നല്ല ചൂടുണ്ടല്ലേ? അങ്ങനെ ചൂടെടുത്ത് വൈകുന്നേരം വരെ പുഴുങ്ങി ഒരു അവശ്യ നിലയിലാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. എന്തായാലും തിരിച്ചെത്തിയ എനിക്ക് ഒരു സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഒരു ഹോം മെയ്ഡ് കേക്ക്. ഈ കേക്ക് ഉണ്ടാക്കിയത് 2 മഹത് വ്യക്തികളാണ്. അതാരാണെന്നല്ലേ? ശ്രീകുട്ടനും അഭിചേച്ചിയും കൂടിയിട്ടാണ് എന്തുണ്ടാക്കിയത്? ഈ കേക്ക് ഉണ്ടാക്കിയത്. നീ എങ്ങനെ ഉണ്ടാക്കി? അതെ ഗൈസ്, ആ നഗ്ന സത്യം ഞാൻ വെളിപ്പെടുത്തുകയാണ്. ഇവർ 2 പേരും കൂടിയാണ് ഈ സാഹസിക പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കേക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നമ്മുടെ പാത്രം നമ്മുടെ ബൗളിൻ്റെ അതേ ഷേപ്പിൽ അത് വന്നിട്ടുണ്ട്. അങ്ങനെ വരുത്തിയെടുക്കാൻ ഇവർ എത്ര പാടുപെട്ട് കാണും എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. എന്തായാലും ഞങ്ങൾ കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കുകയാണ്. കേക്ക് കട്ടിംഗ് എന്നതിനെ പറയാമോ എന്നറിയില്ല. ഞങ്ങൾക്കൊരു കട്ടപ്പാറ ഉണ്ടായിരുന്നെങ്കിൽ തല്ലിപ്പൊളിക്കാമായിരുന്നു എന്ന സിറ്റുവേഷനിലായി മാറിയിരിക്കുകയാണ് ഈ കാഴ്ച എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കേക്ക് എന്ന് പറയുന്നത് ടെക്സ്ചർ വൈസ് വളരെ ഫ്ലോപ്പായി പോയി. പക്ഷെ ടേസ്റ്റ് വൈസ് ഉഗ്രനായിരുന്നു. കേക്കിൻ്റെ ടേസ്റ്റ് തന്നെയായിരുന്നെങ്കിലും ടെക്സ്ചർ വൈസ് ഒരു റസ്കിൻ്റെ രൂപത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. വേണമെങ്കിൽ അപ്പോൾ നമുക്ക് ഇത് കേക്കല്ല റസ്ക് ആണ് എന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ ഞങ്ങളങ്ങനെ വാദമൊന്നും ഉന്നയിക്കുന്നില്ല. അബിക്കുട്ടിയുടെയും ശ്രീകുട്ടൻ്റെയും ആദ്യത്തെ പരീക്ഷണം എന്ന നിലയിൽ നമുക്ക് ഇതിനൊരു 7 മാർക്ക് 10 കൊടുക്കാവുന്നതാണ്. ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് 7 മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഹാർഡായിരുന്നു, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം നേരം കഷ്ടപ്പെട്ടിരുന്ന് കേക്ക് കഴിക്കുന്നുണ്ട്. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതലെടുത്ത് കഴിക്കുന്നുണ്ട്. വയറ് ഫുള്ളാവണ വരെ കഴിച്ചു കേട്ടോ. ബിക്കോസ് ഇറ്റ്സ് ടേസ്റ്റി, അത്ര തന്നെ. അതിനുശേഷം ഞാൻ ഒരു പഴുത്ത മാങ്ങ മമ്മി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു പീസ് മാങ്ങ കഴിച്ചു. പുളിയും മധുരമൊക്കെ ആയിട്ട് മിക്സ് ആയിട്ടൊരു സംഭവമായിരുന്നു അത്. അപ്പോഴേക്കും അച്ഛനും അമ്മയും എത്തി. അബിക്കുട്ടി വീട്ടിലുണ്ട് എന്നറിഞ്ഞ് അവളെ കാണാനായിട്ട് വന്നതാണ്. പിന്നെന്താ, ശ്രീകുട്ടൻ്റെ വക കുറച്ച് ഷോ ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൻ തൈക്കോണ്ടോയിൽ പഠിച്ച കുറച്ച് സ്റ്റെപ്സ് ഒക്കെ കാണിച്ചു തന്നു. ഞങ്ങളെ ഇംപ്രസ് ചെയ്യാൻ നോക്കി. അങ്ങനെ അച്ഛനും അമ്മയും യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോയി. അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.